ഈ ഇസ്ലാം മതത്തിലൊരു വർത്തമാനമുണ്ട്. പൊതുവിൽ മതങ്ങളുടെ ധാർമ്മികതയിലെല്ലാം ഉണ്ടത്. അതായത് ഏതെങ്കിലും നിരപരാധികളുടെ മേൽ ഒരാൾ അപരാധം പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ, ഒന്നെങ്കിൽ ശാപമേറ്റ് അവൻ നശിച്ചു പോകും, വെന്ത് വെണ്ണീറായി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഈ പറയുന്നവൻ്റെ നന്മയെടുത്ത് പറയപ്പെടുന്നവന് കൊടുക്കും, അങ്ങനെ അവന് സ്വർഗം കിട്ടും. നമ്മളിപ്പോൾ ഒരു പാവത്തിനെ അപരാധം പറഞ്ഞാൽ അപരാധം പറയുന്നവൻ്റെ ഇതെടുത്ത് കൊടുക്കും. അവൻ അത്ര ദുഷിച്ചവനാണെങ്കിൽ നമ്മളിൽ പറയത്തില്ലേ, മണ്ണ് വാരിയിട്ട് പ്രാർത്ഥിച്ചു ഇടുത്തി വീണ് ചാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലാണെങ്കിൽ അവൻ വെന്ത് വെണ്ണീറായി മാറും. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സാമൂഹ്യ മാധ്യമത്തിൽ ഈ അജിംസിനും ദാവൂദിനും അവർ രണ്ടുപേരും ചാരമാകുമോ സ്വർഗത്തിൽ പോകുമോ എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ധാർമ്മികതയും നൈതികതയും മതനിരപേക്ഷതയും മതേതരത്വവും മനുഷ്യസ്നേഹവും സർഗുണ സിൽബന്തി സൽബന്തി സുൽബന്തി പോലെയുള്ള എല്ലാ ഗുണങ്ങളുമുള്ള മാന്യദേഹങ്ങളെല്ലാം എഴുതി 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 അങ്ങോട്ട് തിമിർക്കുകയാണ്. എഴുതി തിമിർക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പാലത്തായി പപ്പൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ സഖാവ് നടത്തിയ പ്രസംഗത്തിൻ്റെ ധ്വനി, പ്രതിധ്വനി, ബിംബധ്വനി, പടഹധ്വനി അത് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇവരെല്ലാം രംഗത്ത് വന്നിട്ടുള്ളത്. പണ്ട് നമ്മുടെ OV വിജയൻ്റെ നോവലിലെ പോലെ ഈ പ്രജാപതിക്ക് തൂറാമുട്ടി കാര്യം അവിടെ സാധിച്ചിട്ടും ആളുകൾ അതെല്ലാം സുഗന്ധമാണെന്ന് പറഞ്ഞതുപോലെ വ്യാഖ്യാന വിദഗ്ധരാണ് ഇവരൊക്കെയും. ഇവരെ കൈകാര്യം ചെയ്യുന്ന തിരക്കിലാണ്. അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആദ്യം അവരുടെ കൈകാര്യം ചെയ്ത് ഒന്ന് വായിക്കാം. ഒന്ന് KJ ജേക്കബ് സാറാണ്. അതിപ്പം മൗദൂദികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹരീന്ദ്രൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, കമ്മ്യൂണിസ്റ്റാണ്. അയാൾ പറയുന്നത് രാഷ്ട്രീയമാണ്. അയാളുടെ രാഷ്ട്രീയം ഹിന്ദുത്വവാദികളോട് എതിരുണ്ടാക്കിയ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. മൗദൂദികൾക്കും മൗദൂദിവൽക്കരിക്കപ്പെട്ടവർക്കും അത് മനസ്സിലാവില്ല. അവർക്കാകെ വഴങ്ങുന്നത് വർഗീയതയാണ്. അതാകട്ടെ അയാളുടെ നാക്കിൽ നിന്ന് വീഴില്ല. അതുകൊണ്ട് മൗദൂദികളെ നിങ്ങൾ ശ്രമം നിർത്തണ്ട, നിങ്ങൾക്കാകുന്നത് പോലെ വ്യാഖ്യാനിക്ക്. അത് പതിവ് പോലെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കല്ലിൽ കടിച്ച് പല്ല് കളയാനുള്ള യോഗം എന്നൊക്കെ നാട്ടിൽ പറയും. തീർന്നില്ല. പ്രേംകുമാർ സാറ്, അദ്ദേഹം ഒരു ധാർമ്മികതയുടെ എഴുത്തുകാരനൊക്കെയാണ്. നമ്മുടെ മാങ്കൂട്ടത്തിൻ്റെ സംഭവത്തിലൊക്കെ വളരെ ഉന്നതമായ നിലയിൽ നിന്ന് എഴുതിയ ഒരാളാണ്. അദ്ദേഹത്തിനൊരു ബുദ്ധിജീവിയുടേതായ എല്ലാ ലക്ഷണവും ഉണ്ട്. ഞാനൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അതുപോലൊക്കെ ഒരു ദീക്ഷയൊക്കെ വെച്ചിട്ട് ബുദ്ധിജീവിയൊക്കെ ആവണമെന്ന്. പക്ഷേ പറ്റുന്നില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത്, പ്രമോദ് രാമൻ മീഡിയ വണ്ണിൽ നിന്നിറങ്ങുമ്പോൾ മറന്നു പോവാതെ രാത്രി 8 മണിക്ക് ശേഷം ഇറങ്ങണം. ഒരു രാത്രിയെങ്കിലും അയാൾ സംഖ്യയല്ലാതെ ഉറങ്ങാനാവും. പിന്നെ നടക്കില്ല. പിറ്റേന്ന് രാവിലെ മുതൽ അയാൾ സംഖ്യയായിട്ടുണ്ടാവും. കാവിവർണ്ണൻ ക്യാരറ്റ് സംഖ്യയായി. സവർണ വെള്ളരി നാളെ സന്ധ്യയ്ക്ക് സംഖ്യയാവും. പാവക്കയും പടവലങ്ങയും കാച്ചിലും നൊട്ടിച്ചേമ്പുമൊക്കെ ഊഴം കാത്ത് കിടക്കുകയാണ്. ഇതാണ് വളരെ ആലങ്കാരികമായി അദ്ദേഹം എഴുതിയത്. ഞാൻ മൗദൂദിയല്ല. എനിക്കെല്ലാ മൗദൂദി നിലപാടുകളോടും യോജിപ്പില്ല. ഇവർ രണ്ടുകൂടെ നടത്തുന്ന എല്ലാ ചർച്ചകളോടും എനിക്ക് യോജിപ്പില്ല. എൻ്റെ യോജിപ്പും വിയോജിപ്പും അവർ ചെയ്യുന്ന സംഗതിയുടെ ഒരു ഇമ്പാക്റ്റിനെ സംബന്ധിച്ചുള്ള നിലപാടുകളാണ് എന്നെ നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 ബുദ്ധിജീവികൾക്കും അങ്ങനെ നിലപാടെടുക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവരോട് ഈ വെള്ളാപ്പള്ളി നടന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെന്ത് മറുപടി പറയുമെന്നറിയാമോ? ഇവരങ്ങോട്ട് നിവർന്ന് നിൽക്കും, നല്ല കട്ടിക്ക് അങ്ങോട്ട് നിന്ന് മുണ്ടൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ആ ദാർശനികതയെല്ലാം എടുത്തിട്ട് ഒരു പാട്ട് പാടും. ഏതാ? മൗനം സ്വരമായി എൻ മൺവീണയിൽ എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ടല്ലോ. ഈണമൊന്നും കിട്ടാത്തതുകൊണ്ട് രാവിലെ അതൊന്നും പാടുന്നില്ല. മൗനം സ്വരമായി എൻ മൺവീണയിൽ എന്ന് തുടങ്ങുന്ന പാട്ട് പാടും. പിന്നെ ഇവരുടെ വായിൽ നാവുണ്ടാവില്ല, ഇവർ വിഴുങ്ങിക്കളയും. ഇപ്പം ഇവരുടെ ഈ എഴുത്തൊക്കെ കണ്ടാൽ തോന്നുന്നത് എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി ഇറങ്ങി CPMനോടൊപ്പം ചേർന്ന് ഈ വർഗീയതയൊക്കെ ഇല്ലാതാക്കി ഒരു സമത്വസുന്ദരമായ നാട് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം യവന്മാരതിന് തീയിടാൻ നടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ എഴുത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നതറിയോ, ഇവരുടെയൊക്കെ എഴുത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് മൗദൂദിസത്തിനോടുള്ള താല്പര്യക്കുറവാണ്. ഇവർ രണ്ടുപേരും കുത്തിത്തിരിപ്പിനു എന്നുള്ള വർഗീയത പറയുന്നതിനോടുള്ള സംഗതിയാണ്. ഹരീന്ദ്രൻ നല്ല ഒരു രാഷ്ട്രീയക്കാരനാണ്. ഹരീന്ദ്രൻ പറഞ്ഞ രാഷ്ട്രീയം എന്താ? ഹരീന്ദ്രൻ ഇതിനു മുമ്പ് പാലത്തായി പ്രതിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട ആളാണ്. ഹരീന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് നിലപാട് മാറ്റിയത് വെള്ളാപ്പള്ളി വന്നതിന് ശേഷം CPM എടുത്ത രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഹരീന്ദ്രൻ നിലപാട് മാറ്റിയത്. ഹരീന്ദ്രൻ എന്ത് ചെയ്തത്? ഹരീന്ദ്രൻ മുസ്ലിം വിരുദ്ധത വിൽക്കുന്നതിന് വേണ്ടി ലീഗിനെയും സുഡാപ്പിയെയും ഒരു കരുവാക്കി അതിനകത്ത് അടിച്ചത്. മനസ്സിലായില്ലേ പറഞ്ഞ? ആയിക്കോട്ടെ,
ഇത് അങ്ങനെ തന്നെ ആസൂത്രിതമായി ചെയ്തതാവട്ടെ, ഹരീന്ദ്രനെ വായിച്ചതിലുള്ള പെശകാവട്ടെ, എല്ലാം സംഭവിച്ചു. ഈ വെള്ളാപ്പള്ളിയോടുള്ള നിലപാടെന്താ? ഇവർ രണ്ടുപേരും ഒരു പോസ്റ്റ് ഇടണ്ടേ വെള്ളാപ്പള്ളിയെക്കുറിച്ച്? വെള്ളാപ്പള്ളി നടന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ വെള്ളാപ്പള്ളി നടന്ന് പറയുന്ന പ്രചരണത്തിൽ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നില്ല, അത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയണ്ടേ? ശ്രീനാരായണ ഗുരുദേവനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വെള്ളാപ്പള്ളി SNDP-കാരനല്ലെന്ന്. പക്ക നമുക്ക് മനസ്സിലാവില്ലേ? 100%, 101%. നമ്മൾ ഈ അകവും പുറവും എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ SNDP എന്തായിരുന്നോ അതിന് നേരെ ഘടകവിരുദ്ധമായ മറുപുറവാണ് വെള്ളാപ്പള്ളിയുടെ SNDPയും ഈ സംഗതിയും. അത് പറയാൻ ശേഷിയില്ലാത്തവർ ഈ മൗദൂദിയെയും മറ്റവരെയും പറഞ്ഞ് വായിലെ വാട കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?